സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ത്രീകൾക്കായി നടപ്പിലാക്കിയ ഷീ ടോയ്ലറ്റ് പദ്ധതി അവതാളത്തിൽ. ലക്ഷങ്ങൾ ചിലവഴിച്ച് നടപ്പിലാക്കിയ ഷീ ടോയ്ലറ്റുകൾ പലയിടത്തും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. സർക്കാർ കൊട്ടിയാഘോഷിച്ച് നടത്തിയ ഷീ ടോയ്ലറ്റ് നവീകരണം തുരുമ്പുപിടിച്ച അവസ്ഥയിലാണ്. സ്ത്രീ സുരക്ഷയും സ്ത്രീ സൗഹൃദ ഭരണവും പ്രകടന പത്രികയിലടക്കം വാഗ്ദാനം ചെയ്താണ് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറിയത്. എന്നാൽ സ്ത്രീകളുടെ സുരക്ഷയടക്കം വലിയ ആശങ്കയിലായ സംസ്ഥാനത്ത് സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ച പദ്ധതികളിലധികവും പാതി വഴിയിലുമാണ്. സ്ത്രീ സൗഹൃദ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിനു പിന്നാലെ പലയിടങ്ങളിലും ലക്ഷങ്ങൾ മുടക്കി നിർമ്മാണവും തുടങ്ങിയിരുന്നു. ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരമാണ് പകുതിയിലേറെ ടോയ്ലറ്റ് പദ്ധതികൾക്കും തുടക്കം കുറിച്ചത്. എന്നാൽ നടപ്പിലാക്കിയത് പറഞ്ഞതിന്റെ പകുതിയും. അതും ഉപയോഗിക്കാനാകാതെ നോക്കുകുത്തിയായി കിടക്കുകയാണ് പലയിടങ്ങളിലും. തലസ്ഥാന നഗരയിലെ ഈസ്റ്റ് ഫോർട്ടും കവടിയാർ ചിൽഡ്രൻസ് പാർക്ക്, മ്യൂസിയം ജംഗ്ഷൻ, കിഴക്കേക്കോട്ടയിലെ താലൂക്ക് ആശുപത്രിക്ക് സമീപം എന്നിവിടങ്ങളിലാണ് നഗരത്തിൽ പ്രധാനമായും ഷീ ടോയ്ലറ്റുകൾ സ്ഥാപിച്ചത്. എന്നാൽ ഇവയിൽ പലതും നോക്കുകുത്തികളാണ്. ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ. പലയിടങ്ങളിലും തുരുമ്പെടുത്തു. ഉപകരണങ്ങളടക്കം പൊട്ടിപ്പൊളിഞ്ഞു. ഉദ്ഘാടന മാമാങ്ങൾക്ക് ശേഷം അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി. വിഷയം പല പ്രാവശ്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ബന്ധപ്പെട്ടവർക്ക് മൗനം തന്നെ. ലക്ഷങ്ങൾ പൊടിച്ച് എന്തിനീ പ്രഹസനം എന്ന ചോദ്യമാണ് ഉയരുന്നത്. ജനം, തിരുവനന്തപുരം. ആരോഗ്യ പരിപാലനത്തിനൊപ്പം നാടിന്റെ ശുചിത്വത്തിന് കൂടി മുൻഗണന നൽകുന്ന ഒരു കൂട്ടായ്മ ഇനി പരിചയപ്പെടാം. കോഴിക്കോട്ടെ ബ്രൂസ് ആരോഗ്യ പരിപാലന കൂട്ടായ്മയാണ് വേറിട്ട ആശയവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നടത്തവും ഓട്ടവും അടങ്ങിയ ദിവസേനയുള്ള വ്യായാമ മുറകൾ, ശേഷം ഓഫീസ് തിരക്കുകളിലേക്കും വീട്ടുജോലിയിലേക്കും വഴിമാറിപ്പോകുന്ന ദിനചര്യകൾ. എല്ലാവരെയും പോലെ മാസങ്ങൾക്ക് മുൻപ് വരെ കോഴിക്കോട്ടെ ബ്രൂസ് ആരോഗ്യപരിപാലന കൂട്ടായ്മയിലെ അംഗങ്ങളുടെ ശീലവും ഇതായിരുന്നു. എന്നാൽ ഇന്ന് കഥ മാറി. വ്യായാമത്തിനൊപ്പം പുതിയൊരു ദൗത്യത്തിലാണ് ഇക്കൂട്ടർ. എല്ലാ ദിവസവും കാണുന്ന കോരപ്പുഴയെയും പരിസരത്തെയും മാലിന്യത്തിൽ നിന്ന് വീണ്ടെടുക്കലാണ് ആരോഗ്യ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ ലക്ഷ്യം. പ്രായഭേദമന്യേ ക്ലബിലെ ഓരോ അംഗങ്ങളും ദിനംപ്രതി ഈ യജ്ഞത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ആരോഗ്യമുള്ള ശരീരത്തെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ശുചിത്വമുള്ള പരിസരവും. ബ്രൂസ് ഫിറ്റ്നസ് ക്ലബ് കോരപ്പുഴ എന്നുള്ളത് ശരീര ആരോഗ്യത്തിന് മാത്രം പ്രാധാന്യം നൽകുന്ന ഒരു ഫിറ്റ്നസ് കമ്മ്യൂണിറ്റിയല്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കോരപ്പുഴ പാലത്തിന്റെ ഫുട്പാത്ത് വൃത്തിയാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങളുടെ ചെറിയ കൂട്ടായ്മയാണ് ഇത്. മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി തീരും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. 50 മുകളിൽ വരും കൂട്ടായ്മയിലെ അംഗസംഖ്യ. അവധി ദിവസങ്ങളിൽ നാടിന്റെ ശുചിത്വ പരിപാലനത്തിന് അംഗങ്ങൾക്കു പുറമെ ഇവരുടെ സുഹൃത്തുക്കളും ഒപ്പം കൂടും. ഇവർ തുടക്കമിട്ട ദൗത്യം ജില്ലയിലാകെ വ്യാപിപ്പിക്കാനായി വിപുലമായ കർമ്മ പരിപാടിക്ക് രൂപം നൽകാൻ ഒരുങ്ങുകയാണ്. ജനം, കോഴിക്കോട്.